ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിനും ചൂണ്ടിക്കും ഭാരത് മാതാ ലോ കോളേജിനും അടുത്തായി സ്ഥിതി ചെയ്യുന്ന കിഴക്കോട്ട് ഡയറക്ഷനോടുകൂടി ലഭിക്കാവുന്ന മനോഹരമായൊരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായൊരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018-ലെയും 19-ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്ററും ഭാരത് മാതാ ലോ കോളേജിലേക്ക് 3/4 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 15 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. വീട് കാണുന്ന പോലെ ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ വീട് ഡെഡ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെയായി നമുക്കൊരു അഡീഷണൽ പാർക്കിംഗ് ലഭിക്കുന്നുണ്ട്. മനോഹരമായ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ കയറി വരുന്നത് കവേഡോടുകൂടി വരുന്ന ഒരു കാർ പോർച്ച് ഏരിയയിലേക്കാണ്. ഇന്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. കിഴക്കോട്ടാണ് വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ ഡോറിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെയായി ഒരു വർക്ക് ഏരിയക്കുള്ള ഒരു സ്പേസും ലഭിക്കുന്നുണ്ട്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള വീടുകൾ നിൽക്കുന്ന നല്ലൊരു പ്രകൃതി ഭംഗിയോടെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് ബോർവെൽ കിണറും പൈപ്പ് കണക്ഷനുമാണ് ലഭ്യമാവുക. കിണർ വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലായാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരാം. വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ടാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. ഈസ്റ്റ് ഡയറക്ഷനോടുകൂടി വരുന്ന ഡോർ തുറന്ന് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. 2 സൈഡിലേക്കും ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന ഡോറാണ്. കയറി വരുന്നത് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ഐവറി കളറിൽ വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഇവിടെ ഇലക്ട്രിസിറ്റിക്കായി 3 ഫേസ് കണക്ഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വയറെല്ലാം V-ഗാർഡും സ്വിച്ചുകളെല്ലാം ലെഗ്രാൻഡുമാണ്. വിശാലമായൊരു ഡൈനിങ് ഹാളിലാണ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. 2 വലിപ്പമുള്ള ടേബിൾഡാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിലുള്ള വാഷ് കൗണ്ടർ ഏരിയ കാണാം. ടേബിൾ ടോപ്പോടുകൂടി വരുന്ന മനോഹരമായൊരു വാഷ് കൗണ്ടർ ഏരിയ ആണ്. ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. മനോഹരമായൊരു ഡിസൈനോടുകൂടി തന്നെയാണ് ആ ഒരു ഓപ്പൺ ഏരിയ നിർമ്മിച്ചിട്ടുള്ളത്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോടുകൂടി വരുന്ന ഓപ്പൺ ഏരിയ തന്നെ കാണാം. അവിടെ ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നേരെ കിച്ചണിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഐവറി കളറിൽ വരുന്ന കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കും. ഈ ഒരു ഭാഗത്തായി ഒരു ഫ്രിഡ്ജ് വയ്ക്കാവുന്ന ഒരു പ്രൊവിഷനും നമുക്ക് കാണാം. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ഒരു ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 135 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ബേ വിൻഡോ മോഡലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കും എല്ലാ ബെഡ്റൂമിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ഭാഗത്താണ് വരിക. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ബാത്റൂമിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഹോളിലേക്ക് തിരിച്ചു വരാം. നല്ലൊരു മോഡേൺ സ്റ്റൈലിലാണ് ഇവിടെ സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു മനോഹരമായ വുഡൻ ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വുഡും GA പൈപ്പുമാണ് ഹാൻഡ് റെയിലിനായി ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെപ്പ് കയറി വരുന്നത് ഒരു L ഷേപ്പിൽ വരുന്ന ഒരു ഹോളിലേക്കാണ്. നല്ല വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി അത്യാവശ്യം എല്ലാ ഭാഗത്തും വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു TV യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോർണർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തിരുന്ന് നമുക്ക് TV കാണാം. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാത്റൂമും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് ലഭിക്കുക. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തും
വീടുകൾ ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത വീടുകളും ഈ ചാനലിൽ കാണാൻ കഴിയും. ഈ ബെഡ്റൂം ഏകദേശം 135 സ്ക്വയർ ഫീറ്റിൽ തന്നെ വരുന്ന ബെഡ്റൂം തന്നെയാണ്. 3 ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഏകദേശം 1800 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ലഭിക്കുന്ന രീതിയിലാണ് ഈ 3 ബെഡ്റൂം വീട് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ 3ാമത്തെ ബെഡ്റൂമിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതും നല്ല വിശാലമായ ബെഡ്റൂം തന്നെയാണ്. എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടക്കം എല്ലാം അടങ്ങുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ ആലുവ ചൂണ്ടിയിലും ഭാരത് മാതാ കോളേജിനും അടുത്തായി സ്ഥിതി ചെയ്യുന്ന 4 സെന്റിൽ 1800 സ്ക്വയർ ഫീറ്റിൽ കിഴക്കോട്ട് ഡയറക്ഷനോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 83 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.